ഗുഡ് മോർണിംഗ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? ആ ഒരു എനർജിയാണ് നമ്മുടെയും കൂടി എനർജി. അതാണ് പ്രസാദ്, ഇന്ന് സാധാരണ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ലൈവ് ഒക്കെ എടുക്കുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിങ്ങൾ കുട ചൂടിയാണ് നിൽക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ കുടയില്ല. അപ്പോൾ മഴ ഇല്ല എന്നാണോ അതോ കുറഞ്ഞു എന്നാണോ? പക്ഷെ ശക്തമാകുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അത് തെറ്റായ പ്രസ്താവനയാണ്. വെങ്കിന്റെ പ്രസ്താവന പിൻവലിക്കണം. മഴയില്ല എന്നുള്ളതല്ല. ഇതാ ബിബി നമ്മുടെ റോഡിലേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതുണ്ടോ? ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇതാ ഒരു 2 മിനിറ്റ് മുമ്പ് മഴ പെയ്ത് പോയതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇടവേള കിട്ടിയപ്പോൾ കുടയൊന്ന് മാറ്റിവെച്ചാണ്. അതിശക്തമായ മഴ പെയ്യാൻ പോവുകയാണ് സംസ്ഥാനത്ത്. വരുന്ന ശനിയാഴ്ചയോടുകൂടി കാലവർഷം എത്തും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു അറിയിപ്പ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി നേരത്തെയാണ് ഇത്തവണ മഴ എത്തുന്നത് എന്ന് മാത്രമല്ല, സാധാരണ ഈ സമയത്ത് വേനൽ മഴയാണ് പെയ്തിരുന്നതെങ്കിൽ കാലവർഷം വരുന്നതിന് ഭാഗമായുള്ള മഴ പെയ്യുന്നു എന്നതാണ്. നാളെ ഇപ്പോൾ സംസ്ഥാനത്ത് പല ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. സംസ്ഥാന വ്യാപകമായി തന്നെ മഴ പെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയാഴ്ചയോടുകൂടി കാലവർഷം എത്തുമെന്ന പ്രവചനമുണ്ട്. ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മുന്നൊരുക്കമാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. ഇപ്രാവശ്യം കനത്ത മഴയുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ. പ്രസാദ്, ശനിയാഴ്ചയോടെ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച നാളെയായി, വെള്ളിയാഴ്ചയാണ്. അതെ, ശനിയാഴ്ച അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ കാലവർഷം എത്തും എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. ഞാൻ പറഞ്ഞു വന്നത് താലൂക്കുകളിലും ജില്ലാ കലക്ട്രേറ്റുകളിലുമെല്ലാം കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ ശക്തമാകുമ്പോഴുള്ള കാര്യം നമുക്കറിയാം. കേരളത്തിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്, മറ്റ് അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. എന്ത് അപകടങ്ങൾ ഉണ്ടായാലും ആൾനാശമില്ലാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ മുന്നൊരുക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറേ ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മഴ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനത്ത് ഒരുപാട് ദിവസമായി അതിശക്തമായ മഴ തുടരുകയുമാണ്. ഇന്നിപ്പോൾ രാവിലെ വരെയും തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും ശക്തമായ മഴയുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി രാത്രിയിൽ നല്ല മഴ പെയ്യുന്നു. പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന മഴയുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ റൂറൽ മേഖലയിലുമുണ്ട്. തിരുവനന്തപുരം മാത്രമല്ല, സംസ്ഥാനത്തെമ്പാടും അതിശക്തമായ മഴ പെയ്യുന്ന ഒരു ഘട്ടം. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനമനുസരിച്ച് നാളെ കാലവർഷം സംസ്ഥാനത്തെത്തും എന്നുള്ളതാണ്. ഇന്നലെ അറബിക്കടലിൽ ന്യൂനമർദ്ദം വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. അതിന് കൂടുതൽ തീവ്രത പാലിച്ച് വന്നു കഴിഞ്ഞാൽ അത് വലിയ മഴയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഓക്കെ പ്രസാദ്, ഇപ്പോൾ മഴ അങ്ങനെ കനക്കുകയാണ്. അപ്പോൾ അതിനപ്പുറത്ത് സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഇന്ന് സമാപനമാവുകയാണ്. വൈകിട്ട് 5 മണിക്കാണല്ലേ പുത്തരിക്കണ്ടം മൈതാനിയിൽ പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുന്നത്? അതെ, 1 മാസത്തിലേറെ നീണ്ട പരിപാടികളുടെ സമാപനമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. നമുക്കറിയാം, കാസർഗോഡ് നിന്ന് കഴിഞ്ഞ മാസം തുടങ്ങിയതാണ്. ഏപ്രിൽ മാസം തുടങ്ങിയ 4ാം വാർഷികാഘോഷ പരിപാടികളാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പുത്തരിക്കണ്ടത്ത് വലിയ പരിപാടിയിൽ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. മുമ്പൊക്കെ നമുക്കറിയാം, നിശാഗന്ധിയിലെ ചടങ്ങിലായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തത്. പ്രോഗ്രസ് റിപ്പോർട്ട് എന്നത് ഉദ്ദേശിക്കുന്നത് സർക്കാർ ഈ കഴിഞ്ഞ കാലയളവിൽ ചെയ്തതിൻ്റെ ആകെയുള്ള ഒരു കാര്യങ്ങളാണ്. ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് ഇത്തവണ. എന്തായാലും അതിൽ പ്രതിപക്ഷത്തിൻ്റെ വിമർശനമുണ്ട്. അത്തരം വിമർശനങ്ങൾ വലിയ തോതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നുമുണ്ട്. അതിനിടയിൽ സർക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് മുഖ്യമന്ത്രി പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ഇന്ന് അവതരിപ്പിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ അതോടൊപ്പം തന്നെ ജിമ്മി ജോർജിൽ ഇവിടെ തിരുവനന്തപുരത്ത് 500-ലധികം ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരവസരമുണ്ട്. അതും പ്രത്യേക ചടങ്ങാക്കി തന്നെ നടത്തുകയാണ്. അതിലും മുഖ്യമന്ത്രി പങ്കെടുക്കും എന്നുള്ളതാണ്. എന്തായാലും സർക്കാർ അവരുടെ 4ാം വാർഷികാഘോഷം വളരെ വിപുലമായി നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സമഗ്രമായൊരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ ആയിരിക്കുമല്ലേ പ്രസാദ്? പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അടുത്ത വർഷം സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പായി. അപ്പോൾ എല്ലാം ഒരു LDF 3.0 എന്ന് എല്ലാവരും കരുതിയിരിക്കുന്ന ഒരു സമയത്ത് ഒരു നല്ലൊരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ പുറത്തിറക്കുമല്ലേ?
ഉറപ്പായും സർക്കാരിനെ സംബന്ധിച്ച് അത് ഏറെ പ്രധാനം തന്നെയാണ്. അതായത് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഒന്നും ചെയ്തില്ല എന്ന പ്രതിപക്ഷ വിമർശനം അതിശക്തമായി അവരും ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് ജനങ്ങളോട് പറയുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ഘട്ടമാണിത്. ഇതിപ്പോൾ 4ാം വാർഷികം ആണെങ്കിൽ പോലും 5ാം വാർഷികം അങ്ങനെ ആചരിക്കാൻ കഴിയില്ല. കാരണം 5ാം വാർഷികം എന്നുള്ളത് ഇലക്ഷൻ വർഷമാണ്. വെങ്കി സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി അധികമില്ല. എന്തായാലും ഡിസംബർ 1-നെങ്കിലും പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വരേണ്ടി വരും. അങ്ങനെയെങ്കിൽ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ളത്. അതിന് പിന്നാലെ തന്നെ ഫൈനൽ എന്നൊക്കെ പറയുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തും. ഏപ്രിൽ മെയ് മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്തി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതായത് ഒരു വർഷത്തിനകം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും വെങ്കി പറഞ്ഞതുപോലെ പ്രോഗ്രസ് റിപ്പോർട്ട് പരമാവധി നന്നായി തന്നെ, അതായത് ചെയ്ത കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരവസരമാക്കി സർക്കാർ ഇതിനെ എടുക്കും. പക്ഷേ അതിൽ കടുത്ത പ്രതിപക്ഷ വിമർശനം നിലനിൽക്കുന്നുമുണ്ട്. മറ്റൊന്ന്, മിൽമ സമരം അങ്ങനെ ഒത്തുതീർപ്പായി അല്ലേ? വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അടുത്ത ദിവസം ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അതെ 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 മിൽമയിലെ CITU INTUC തൊഴിലാളി സംഘടനകൾ ഇന്നലെ മിൽമ പണിമുടക്ക് പിൻവലിച്ചിരിക്കുകയാണ്. അത് പൂർണ്ണമായി പിൻവലിച്ചതല്ല എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. താൽക്കാലികമായി പിൻവലിച്ചു. കാരണം നാളെ മന്ത്രി ശിവൻകുട്ടി ഈ വിഷയത്തിൽ ഇടപെടാം, ചർച്ച നടത്താം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ ഇടപെട്ടു. അതായത് ഇന്ന് സമാപനമായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ പാൽക്ഷാമം തുടങ്ങിയിരുന്നു. ഇന്നലെ ഇപ്പോൾ വൈകിട്ട് പാല് വാങ്ങിക്കാൻ പോയ പല ആളുകൾക്കും പാല് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇന്ന് കട്ടൻ ചായ കുടിക്കേണ്ട അവസ്ഥയായിരുന്നു. ഡോക്ടർ P. മുരളി ഇപ്പോൾ തിരുവനന്തപുരം മേഖല MD ആണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ 30-ന് വിരമിച്ച ആളാണ്. വിരമിച്ച ആളെ എന്തിനാണ് പുനർനിയമനം കൊടുക്കുന്നത് എന്നുള്ളതാണ് തൊഴിലാളികൾ ചോദിക്കുന്ന ചോദ്യം. 58 വയസ്സാണ് മിൽമയിലെ വിരമിക്കൽ പ്രായം. ഒരാൾക്ക് മാത്രമായി പുനർനിയമനം കൊടുത്തത് നേരത്തെ N. ഭാസുരാംഗൻ മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കെ നടത്തിയ അഴിമതികൾ അത് മൂടിവെക്കാനാണ് എന്നുള്ളതാണ് INTUC ഉൾപ്പെടെയുള്ള അവരുടെ തൊഴിലാളികൾ ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരാൾക്ക് വേണ്ടി ഒരാളെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിലുള്ള മുഴുവൻ ആളുകളും പാല് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് ശ്രുതി വെങ്കി. യെസ്, TV പ്രസാദ്, അപ്പോൾ വാർത്തകളൊക്കെ പറഞ്ഞ് ഒരുപാടൊരു നടക്കലും നടന്നു. അപ്പോൾ കാലത്ത് തന്നെ ഒരു എക്സസൈസും ആയി. അപ്പോൾ TV പ്രസാദ്, എന്തായാലും വരും മണിക്കൂറുകളിൽ വീണ്ടും കാണാം. നല്ലൊരു വാർത്താ ദിനമാകട്ടെ. ശരി പ്രസാദ്.